ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ വലിയ കാര്യമായിട്ടുള്ള ഡേറ്റാസ് ഒന്നുമില്ല. മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല ടൈപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ട്. നമ്മുടെ H1B വിസയുടെ കുറച്ച് കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. വിസയ്ക്ക് പുതിയൊരു ഫീ ട്രംപ് ഭരണകൂടം കൊണ്ടുവരുന്നുണ്ട്. അത് IT കമ്പനികൾക്ക് നല്ലതല്ല. ഇറാൻ ഇസ്രായേലിൻ്റെ വാർ അവിടെ നിൽക്കുന്നുണ്ട്. അതും അത്ര നല്ലൊരു പരിപാടിയല്ല. സോ അത് കാരണം മാർക്കറ്റ് ഇന്നലെ ഇസ്രായേലിൻ്റെ വീണ്ടും അറ്റാക്കുകൾ കാരണമൊക്കെ മാർക്കറ്റ് നന്നായിട്ട് വീഴുകയും നല്ലൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാർട്ടിലേക്ക് ആദ്യം നമുക്ക് കിടക്കാം. ഒരുപാട് ഡേറ്റാസ് പറയാനില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇന്നലത്തെ രണ്ട് കാര്യങ്ങളൊന്ന് നടന്നു. മാർക്കറ്റ് 23,000 ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയായിരുന്നു ആദ്യത്തെ ഒരു റീസൺ. അതിനും താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത മനസ്സിനകത്തുണ്ടായിരുന്നു 22,800 റേഞ്ചിലേക്ക്. ഇന്നലെ എന്തായാലും മാർക്കറ്റ് ആ ഒരു രീതിക്ക് പോയിട്ടില്ല. മാർക്കറ്റ് സ്റ്റേബിളായി 23,100 എന്നുള്ള തൊട്ട് മുന്നത്തെ ലെവലിൽ വന്ന് അതങ്ങ് നിന്നു. വളരെ നല്ലത്. ആക്ച്വലി സാധാരണ ഒരു ഫ്ലാഗ് വീഴുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കണ്ടിന്യൂറ്റി പോകാനുള്ളതാണ്. എന്നാലും മാർക്കറ്റ് മാക്സിമം അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലാഗിൻ്റെ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് വീണ്ടും തിരിച്ച് കയറി ഒന്ന് തൽക്കാലം നിൽക്കിയിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് 23,170 റേഞ്ചിലാണ്. എന്നത്തെ പോലെയും നമുക്കൊരു ട്രേഡ് അനാലിസിസ് എടുക്കാം. ഓക്കെ, ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. മാർക്കറ്റിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് വലിയൊരു വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യും എന്നും ഇന്ത്യ വിക്സ് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് 17 മുതൽ 18 വരെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചാർട്ട് എടുത്ത് നോക്കുക. 17 മുതൽ 18 വരെ ഓൾമോസ്റ്റ് ഒരു 10% ഹൈക്ക് ഇന്നലെ ഇന്ത്യ വിക്സിനുള്ളിൽ വന്നിരുന്നു. ഓക്കെ, നെറ്റ്വർക്ക് കട്ടായിപ്പോയി. ഓക്കെ, ഫൈൻ. ഇന്നലെ ഇന്ത്യ വിക്സ് ഓൾമോസ്റ്റ് ഒരു 17-18 പോയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ലൈവിലും നമ്മൾ പറഞ്ഞത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു നെഗറ്റിവിറ്റി. അപ്പോൾ ഇന്ന് മാർക്കറ്റ് തൽക്കാലം ആ ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളത് ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള, ഇന്നലെ സ്ഥിരം ഞാൻ പറയാറുള്ള ഒരു ഏരിയ ഉണ്ട് 23,240. ആ 240 മേളിൽ കയറി കഴിഞ്ഞാൽ 350 കയറി കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൻ്റെ മേളിലെത്തും. പിന്നെ 440 ആ സപ്പോർട്ടിൻ്റെയും തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ്. സോ ഈ ഒരു ഏരിയയിലെത്തിയാൽ നമ്മൾ കുറച്ചൊന്ന് സേഫറാണ്. അപ്പോൾ മാർക്കറ്റിന് ഇന്ന് നോക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് 150-170 റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 240 റേഞ്ച് അടുത്ത റെസിസ്റ്റൻസ് ആണ്. ഇന്നലത്തെ ഹൈ ആണ് അത്. അപ്പോൾ ആ 240 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 350 ശേഷം 440 വരെ ആണ് ഇന്നത്തെ ട്രേഡിംഗ് ഏരിയ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇന്ന് വീക്കായി പോയാൽ 23,100 ആണ് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുക. 100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,060 ഇന്നലത്തെ ലോ എന്ന് വേണമെങ്കിൽ എടുക്കാം. എന്നാൽ അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. അടുത്ത ലെവൽ എന്ന് പറയുന്നത് 22,960 ആണ്. അതിനുശേഷം 22,880 22,800 അടുത്ത ലെവൽസ് എന്നറിയുക. സോ ഇതിനനുസരിച്ചിട്ട് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള പ്ലാന് സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻ ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് നന്നായിട്ട് വീഴുന്നതിൻ്റെ കൂടെ ഞാൻ ഒരിക്കലും ഒരു പുതിയൊരു ട്രേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവിടെ ഉള്ള സ്റ്റോക്സ് ആ കൂടെ ആക്സിസ് ബാങ്കും SBI മാത്രമാണ്. SBI എൻ്റെ കയ്യിൽ പേഴ്സണലി ഉണ്ട്. വീഴുന്നില്ല. 970 റേഞ്ചിൽ മേടിച്ചിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എക്സിറ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ലിറ്ററലി അതവിടെ തന്നെ നിന്നോട്ടെ. ബാങ്ക് നിഫ്റ്റി ഒരുപാട് വീഴാതിരിക്കാനുള്ള റീസണിൽ ഒരാൾ കൂടെയാണ് SBIയും ICICI ബാങ്കും. നോക്കാം. ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. HDFC ബാങ്ക് 740 ഒരു റെസിസ്റ്റൻസ് ആണ്. അതെങ്ങാനും ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.